ഫീ ആഖിരി ഹദീസിൽ ഹിജ്റത്ത്, അത് വേറൊരു വിഷയം പറയുന്നു. ഹിജ്റൻ്റെ ഹദീസിൻ്റെ അവസാനത്തിലുണ്ട്. തങ്ങൾ മക്കത്തുനിന്ന് ഹിജ്റ പോയി മദീനത്തേക്ക് എത്തി എന്ന് പറയുന്നില്ലേ, അതാണല്ലോ ഹിജ്റ. ആ ഹദീസിൻ്റെ ലാസ്റ്റിലുണ്ട് ഇതൊന്നുണ്ട്, ഫഖദിംനൽ മദീനത, ആര് ഈ തങ്ങളും കൂട്ടരും പോകുന്ന ആളും പറയുന്നത്, ഞങ്ങൾ മദീനത്തിലേക്ക് മുന്നിട്ടു. ലൈലൻ, രാത്രിയിൽ. മദീനത്തെത്തിയത് രാത്രിയാണ്. അങ്ങനെ ഫതനാസഉ, മദീനക്കാർ തർക്കം കൂടി. എന്തെന്ന്? അയ്യുഹും യൻസിലു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ നിന്ന് ആരുടെ അടുക്കലാണ് റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങുക എന്ന് തർക്കിച്ചു. ഫഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, അൻസിലു, ഞാൻ ഇറങ്ങും അലാ ബനിൻ നജ്ജാർ. ബനുൻ നജ്ജാർ കബീലുണ്ട് അവിടെ, അതായത് അഖ്വാലി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഖാലുകൾ, ഉമ്മാൻ്റെ കൂട്ടർ. ഖാല് എന്ന് പറഞ്ഞാൽ കാരണവന്മാർ. ഉക്രിമുഹും ബിദാലിക, അതുകൊണ്ട് അവരെ ഞാൻ ഇക്റാമ് ചെയ്യും. എൻ്റെ കാരണവന്മാരല്ലേ, ആയതുകൊണ്ട് അവരുടെ ഇക്റാം വേണം. ആ ഇക്റാം ഞാൻ ചെയ്യും. ഈ സമയത്ത് ഫസഇദ റിജാലു, പുരുഷന്മാർ കയറി, വന്നിസാഉ, സ്ത്രീകളും കയറി, ഫൗഖൽ ബുയൂത്തി, വീടുകളുടെ മുകളിൽ, വതഫറഖൽ ഗിൽമാനു, ഗുലാമുകൾ, കുട്ടികൾ നാനാഭാഗത്ത് വിട്ടുപിരിഞ്ഞു പോയി. വൽ ഖദമു, ഖാദിമീങ്ങൾ, ഫിത്തുറുഖി, വഴികളിൽ, യുനാദൂന, സന്തോഷം കൊണ്ട് വിളിച്ചു പറയുന്നു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇത് ഇന്ന് ജാഥ പോകുന്നതിക്ക് വേണ്ടിയിട്ട് ഞാൻ അന്ന് എനിക്കങ്ങനെ തോന്നി, ഇത് ഞാൻ എഴുതി. പക്ഷേ ജാഥ പോകുന്നതിന് വളരെ വളരെ പറ്റായിത്തരങ്ങളുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ഒന്നുമില്ലാതെ നിരക്ക് തങ്ങളുടെ മതത്തിൽ ചൊല്ലിയിട്ട് പോകുന്നതിന് തെറ്റില്ല. പക്ഷേ നിങ്ങളുടെ മൗലിദിൽ എന്തുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ജാഥയിൽ ഒട്ടും പാടില്ല. ഈ ഹദീസ് ഇൻതഹ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അതവിടെ കഴിഞ്ഞു. പിന്നൊരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞാൽ നോക്കാം. റബീഉൽ അവ്വലി റബീഉൽ ആഖിരി എന്ന് പറയുന്നില്ലേ, അതെങ്ങനെ പറയണം? അത് ഒരു തഫ്സീറിൽ കാണുന്നത് റബീഉനിൽ അവ്വലു, റബീഉനിൽ ആഖിറു എന്ന് പറയണം. പിന്നെ ജുമാദൽ ഊല എന്ന് പറയുന്നിടത്ത് അവിടെ തൻവീൻ കൂട്ടാൻ കഴിയില്ല. ജുമാദ അവസാനം തൈനീസിൻ്റെ അരിഫുള്ള ഇസ്മാണ്. തൈനീസിൻ്റെ അരിഫ് ഒയറോം ശരീഫാവാൻ ഒറ്റ കാരണം മതി. അപ്പോൾ ജുമാദ അത് ഒയറോം ശരീഫ്, അതിൻ്റെ സിഫത്താണ് അൽ ഊല, ഒന്നാമത്തെ ജുമാദ. പിന്നെ ജുമാദൽ ആഖിറത്തു, ഊലാൻ്റെ മാറ്റത്തിൽ ആഖിറത്തു എന്ന് പറയണം. ജുമാദൽ ഉഖ്റ എന്നല്ല, ജുമാദൽ ആഖിറത്തു, ജുമാദൽ ഊല, ജുമാദൽ ആഖിറത്തു എന്ന് പറയണം. ആ 4 ഇസ്മിനെ പറ്റി ചില തഫ്സീറുകളിലുള്ളത് റബീഇൻ്റെ സിഫത്താണ് അല്ലവൽ. അപ്പോൾ തൻവീന് വേണ്ടേ, റബീഉനിൽ അവ്വൽ എന്ന് വേണ്ടേ? ഞാൻ പറഞ്ഞാണ്ട നേരിട്ട് നോക്കുക, 2-3 അഭിപ്രായം പറയുന്നുണ്ട്. ആദ്യത്തെ റബീഉനിൽ അവ്വൽ, ആദ്യത്തെ റബീഇൻ്റെ സിഫത്താണല്ലോ. അതുപോലെ റബീഇൻ്റെ സിഫത്താണ് അൽ ആഖിറു, റബീഉനിൽ ആഖിറു, അവസാനത്തെ റബീഉ. അതുപോലെ ജുമാദൽ ഊല, ആദ്യത്തെ ജുമാദ. രണ്ടാമത്തത് ജുമാദൽ ആഖിറ അല്ലെങ്കിൽ ജുമാദ സാനിയ. ജുമാദ സാനിയ എന്നും പറയാം, ജുമാദൽ ആഖിറത്തു എന്നും പറയാം. ആഖിറത്തു എന്ന് പറയുന്ന ഇത് ബിത്തൻവീനി റബീഇൻ, ഇതൊരു തഫ്സീറിൻ്റെ ഇബാറത്താണ്.
റബീഉനിക്ക് തൻവീന് കൊണ്ടാണ്. ഇങ്ങനെ തൻവീൻ കൊടുക്കുന്നത് അല അന്നൽ അവല അവല് എന്ന ലഫ്ദ് സിഫത്തുഹു റബീഉൻ്റെ സിഫത്താണ്. അതുപോലെ വകദല്ലാഹിറു റബീഉനില്ലാഹിറു എന്നതും അങ്ങനെ തന്നെ. വല്ലിളാഫത്തു ഇവിടെ റബീഉൽ അവലി റബീഉൽ ആഖിരി എന്ന് പറയൽ വലത്താണ്, പിഴവാണ് എന്ന് ആര് പറയുന്നത്? റൂഹുൽ ബയാൻ. റൂഹുൽ ബയാന് 421 ഏത് സൂറത്തൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. പേജ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ ഷെയ്ഖ് ഇസ്മായിൽ അൽ ഹഖിൽ ബൂസി എന്നവർക്കുള്ളത്. അതാണ് ഒന്ന്. ജനന്നു ഷഹ്റു റബീഉൽ അവ്വൽ. ഷഹ്റു റബീഉൽ അവ്വൽ എന്ന് പറയാം, ഇളാഫത്ത് കൊണ്ട് പറയാനാണ് പറയുന്നത്. അത് മിൻബാബി ഇളാഫത്തി ഷെയ്, ഒരു വസ്തുവിനെ ഇലാ നഫ്സിഹി, അതിൻ്റെ നഫ്സ് കൊണ്ട് തന്നെ ഇളാഫത്ത് ചെയ്യുന്ന ബാബിൽപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടല്ലോ, വലാ യുളാഫു സുമുൻ ലിമാ ബിഹി തഹത് മഅനൻ വഅവ്വിൽ മൂഹിമന്നി ദാവറത്. അൽഫിയിൽ ഇളാഫത്തിൻ്റെ ബാബിൽ ബൈത്തുണ്ട്. ഒരു ഇസ്മിനെ മാനവത്ത, അതേ ഇസ്മിനോട് മാനവത്ത മറ്റേ ഇസ്മുകളുടെ ഇളാഫത്ത് ചെയ്യാൻ പറ്റൂല. അതിൽപ്പെട്ടതാണ് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്തും മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്തും. പറയുന്നുണ്ട് അപ്പോൾ പറ്റിയില്ല. റജുലും കായിമും എന്ന് പറഞ്ഞാൽ റജുലു കായിമിൻ എന്ന് പറഞ്ഞുകൂടാ. ഇത് റജുലും കായിമും ആളൊന്നും തന്നെ, സിഫത്ത് മൗസൂഫ് ഒരെയാണ്. ഒരു ഷെയ്യിന് അതിൻ്റെ നഫ്സിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ അങ്ങനെ വരലുണ്ട് അവ്വിൽ മൂഹിമൻ, അങ്ങനെ വന്നതിനെ നീ തഅ്വീൽ ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറബി കലാമിൽ പണ്ട് കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നീ തഅ്വീലായിപ്പോ. അതിൽപ്പെട്ടതാണ് ഈ റബീഉൽ അവ്വൽ, വന്നതിൽപ്പെട്ടത്. നോക്ക്, മസ്ജിദിൽ ജാമിഇ. ജാമി എന്നത് മസ്ജിദിൻ്റെ സിഫത്താണ്. മസ്ജിദ് എങ്ങനത്തെ മസ്ജിദ്? അൽ ജാമി, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മസ്ജിദ് എന്നാണ്. ജാനിബിൽ ഗർബി ഉണ്ട്. ജാനിബ് എന്ന് പറഞ്ഞ ഭാഗം, ഗർബി എന്ന് പറഞ്ഞാൽ ഒരു ഖാസായ ഭാഗം, പടിഞ്ഞാറ് ഭാഗം. ഹബ്ബുൽ ഹസീൻ ഉണ്ടോ? ഹസീന് കൊയ്യപ്പെട്ടത്, കൊയ്യപ്പെട്ട വിത്ത്. നേരെ വരുന്നത് ഹബ്ബിനിക്ക് സിഫത്താണ് ഹസീൻ. നിസാഉൽ മൂമിനാത്ത് എന്ന് പറയും. നിസാഉൽ മൂമിനാത്ത്, മൂമിനാത്ത് യഥാർത്ഥത്തിൽ നിസാൻ്റെ സിഫത്താണ്. സിഫത്തിലേക്ക് ഇളാഫത്ത് എന്ന് വരും. സ്വലാത്തുൽ ഉസ്താ ഉണ്ട്. നേരം അതിനെന്താ? ഉസ്തയായ നിസ്കാരം, മധ്യമായ നിസ്കാരം, അല്ലെങ്കിൽ ഹൈറായ നിസ്കാരം. ഉസ്ത സ്വലാത്തിലേക്ക് സിഫത്ത്. ഈ പറഞ്ഞ എല്ലാത്തിനും ജാമിയ മസ്ജിദിൻ്റെ സിഫത്ത്, ഓർബിയ ജാനിബിൻ്റെ സിഫത്ത്, ഹസീദ് ഹബ്ബിൻ്റെ സിഫത്ത്, നിസാ മൂമിനാത്ത് നിസാഇൻ്റെ സിഫത്ത്, സ്വലാത്തിൻ്റെ സിഫത്ത് ഉസ്ത. ഇങ്ങനെ ഇളാഫത്തു ഷൈഇ ഇലാ നഫ്സിഹി ഉണ്ട്. സിഫത്തിനെ മൗസൂഫ്, ഇവിടെ ഇപ്പം എന്താക്കിയത്? സിഫത്തിലേക്ക് മൗസൂഫിനെ ഇളാഫത്ത് ചെയ്തത്. ഇനി മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്തും. അതുപോലെ രണ്ട് മുത്തറാദിഫ് എന്നുള്ള ഒന്നിനെ മറ്റതിലേക്ക് ഇളാഫത്ത് ചെയ്യണം. മുത്തറാദിഫിനെ ഒരുപോലെ ഒത്തത്. ഉദാഹരണത്തിലേക്ക് ബുറ്, കുംഹ്. കുംഹ് എന്ന് പറഞ്ഞാലും ഗോതമ്പ്, ബുറ് എന്ന് പറഞ്ഞാലും ഗോതമ്പ്. കുംഹ് ബുരി എന്ന് പറയും. എന്നിട്ട് പറയും, നോക്കടെ ലിൻ ഫീഹി, ഇതിലുണ്ട് ഇളാഫത്തു ഷൈഇ ഇലാ നഫ്സിഹി വരുന്ന ഇതിലുണ്ട്. ലിൻ നുഹാത്തി, നഹ്വീങ്ങൾക്കുണ്ട്. മദ്ഹബാനി, രണ്ട് മദ്ഹബുണ്ട്. കമാസയത്തി, അത് പറകെ വരുമ്പോൾ ഇന്ദഹ. ഇതാര് പറയുന്നത്? ഷറഹു ബഹ്ജത്തുൽ മഹാഫിൽ. ബഹ്ജത്തുൽ മഹാഫിൽ എന്ന ഒരു കിതാബിൻ്റെ ഷറഹ്, ഒരു സീറയാണത്. ആയതുകൊണ്ട് എന്ത് വേണം? ഇപ്പോൾ നഹ്വീങ്ങൾക്ക് രണ്ട് മദ്ഹബുള്ളത് കൊണ്ട് വാലിയാണ്. നീ ഒന്ന് ശരിക്കും നോക്ക്. ഷുറൂഹൽ അൽഫിയത്ത്, അൽഫിയൻ്റെ ഷറഹുകൾ നോക്ക്. നമ്മൾ സാധാരണ ഓതുന്ന മഖ്ദൂമി ഷറഹ്, അതുപോലെ ഉസ്മുനിയാകുന്ന ഷറഹ്, ഇബ്നു ഖീലാകുന്ന ഷറഹ്, ഔളഹുൽ മസാലിക്കാകുന്ന ഷറഹ്,
ഇങ്ങനത്തെ സാധാരണ ഉള്ള എത്രയോ ഷറകൾ അൽഫിക്കുണ്ട്. ഇങ്ങനത്തെ ഉള്ള മക്കൂതി ഇങ്ങനത്തെ ഷറഹുകളുണ്ട്. ആ ഷറഹുകളൊന്നും നീ നോക്ക് എന്ന് നമ്മളോട് പറയുന്നത് മജാലിസ് എന്ന ഈ കിതാബിൽ പറയുന്നത്. ഏടെ നോക്കണം? തഹ്ത ഖൗലിഹി, ഇബ്നു മാലിക് തങ്ങളുടെ ഖൗലിൻ്റെ താഴെ നോക്കണം. വലാ യുളാഫു സുമുൻ ലിമാ ബിഹി തഹദ് മഅനം വഅബ്ബിൽ മുഹിമൻ ഇദാ ബറാത്. അവിടെ നോക്ക്. ആര് പറയുന്നത്? കാത്തിബ്. ഈ കിതാബിൻ്റെ കാത്തിബാണ് അത് പറയുന്നത്. ഷുറൂഹുൽ അൽഫ് ഷുറൂഹുൽ അൽഫിയത്തി ആടെ നോക്കിയാൽ ശരിക്കും പഠിച്ചാൽ ഈ റബീഉൽ അവ്വൽ പോലത്തെ ഇളാഫുകളെ പറ്റി മനസ്സിലാക്കാൻ ധാരാളം കഴിയും. കുറച്ച് മനസ്സിലാക്കിയായിരിക്കും ഈ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. വേറൊരു ന്യായമുണ്ട്. റബീഉൽ അവ്വലിൽ ഒരു ന്യായം പറഞ്ഞല്ലോ. ആദ്യം പറഞ്ഞു റബീഉൽ അവ്വൽ എന്ന് പറയണം. രണ്ടാമത് പറഞ്ഞു മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്താക്കിയിട്ട് അങ്ങനെ പറയാം. അപ്പോൾ നമുക്ക് എന്താക്കാം? സുബ്ഹാനല്ലദീ എന്ന് സുബ്ഹാനല്ലദീ മങ്കൂസൂന് തുടക്കമുണ്ടല്ലോ. അവിടെ റബീഉൽ അവ്വലിൻ്റെ വേറെ തന്നെ ഉണ്ടല്ലോ. ആണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടാ. റബീഉൽ അവ്വൽ തന്നെ അറിയാം. ഇനി വേറൊരു ന്യായം കൂടിയുണ്ട്. വഖാലൽ ജർമിയും, ജർമി ഇമാം പറഞ്ഞു, വലിയ നഹ്വിൻ്റെ ഒരു വലിയ മഹാനാണ്. അതാ ഹദ്ഫു തൻവീനി, തൻവീനെ കളയൽ, ലിലിൽതിഖാഇ സാക്കിനൈനി, രണ്ട് സാക്കിൻ ഒരുമിച്ച് കൂടലിനെ തട്ടാൻ വേണ്ടി തൻവീനെ കളയുക എന്നതാകുന്നത് മുത്തലക്കൻ, അത് മുത്തലക്കൻ തന്നെ. രണ്ട് സാക്കിന് എങ്ങനെ വന്നാൽ, രണ്ട് സാക്കിന് വന്നാൽ ഒരു സാക്കിനെ കളയാൻ ചില സ്ഥലത്ത് കളയാനുണ്ട്. ഇതല്ല, ചില സ്ഥലത്ത് നല്ല എല്ലായിടത്തും മുത്തലക്കനായത്. അത് ലുഗത്തുൻ, ഒരു പെരുമാറ്റമാണ്. ഇവിടെ ഇപ്പം അങ്ങനല്ലേ? റബീഉൽ അവ്വൽ, റബീഉൻ എന്ന് പറഞ്ഞാൽ ഐനിൻ്റെ തൻവീൻ, അല്ലവ്വലിൻ്റെ ലാമിൻ്റെ സുക്കൂൻ. അപ്പോൾ എന്തായി? രണ്ട് സാക്കിന് ഒരുമിച്ച് കൂടി. രണ്ട് സാക്കിന് ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു സാക്കിനെ കളയൽ മുത്തലക്കൻ തന്നെ പറ്റുമെന്ന് ജർമി ഇമാം പറഞ്ഞിട്ടുണ്ട്. നോക്ക്, വഅലൈഹ, ആ ലുഗത്തിൻ്റെ മേലിൽ ഒരു ഓതപ്പെട്ടിട്ടുണ്ട് അഹദുല്ലാഹു സമദു. ഉണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു എന്ന് പറയണ്ടേ? അഹദുനില്ലാഹു, അഹദുനില്ലാഹു അല്ല, ഖുൽ ഹുവല്ലാഹു അഹദുല്ലാഹു. അഹദിൻ്റെ തൻവീനെ കളഞ്ഞീന, അത്ര തന്നെ വിഷയം. ആ കളയലിലേക്ക് ഒരു കാരണവുമില്ല. ഇതെന്താ കാരണം? രണ്ട് സാക്കിന് ഒരുമിച്ച് കൂടുന്നുണ്ടെന്ന് കാരണത്തിന് മാത്രം. പക്ഷെ അത് ഷദ്ദായ ഖിറാഅത്താണ്. ഓതിയുണ്ടാവും. ഖിറാഅത്ത് ഏഴിൻ്റെ പുറത്തുള്ള ഖിറാഅത്താണ്. ഏഴിൻ്റെ ഉള്ളിലുള്ള ഖിറാഅത്തല്ലേ ഓതാൻ പറ്റും. അതുപോലെ വലല്ലൈലു സാബിഖുൻ നഹാർ, സാബിഖുൻ അന്നഹാറാന്ന് വേണം അവിടെ. സാബിഖുൻ നഹാരിന്ന് ഇളാഫത്ത് കൊണ്ട് ഖിറാഅത്തുണ്ട്. അതല്ല, ഇളാഫത്ത് ഇല്ലാത്ത ഖിറാഅത്തുണ്ട്. വലല്ലൈലു സാബിഖുൻ അന്നഹാറ. ആ സ്ഥലത്ത് വലല്ലൈലു സാബിഖുൻ നഹാരി ഓതിയിട്ടുണ്ട്. ഖാഫിൻ്റെ കുൻ എന്ന ഖാഫിൻ്റെ തൻവീന് കളഞ്ഞിട്ട്. തൻവീന് കളയാൻ എന്താ കാരണം? രണ്ട് സാക്കിൻ ഒരുമിച്ച് കൂടൽ എന്ന കാരണം മാത്രം. ഇതേടെ പറഞ്ഞത് ഖാലൽ ജർമിയ്യു ഹദ്ഫു തൻവീൻ എന്ന് പറഞ്ഞവിടെ ഹമ്മുൽ ഹവാമിയർ എന്ന കിതാബ് സുയൂത്തി ഇമാമിലേക്ക് ഹമ്മുൽ ഹവാമിയർ എന്ന ഒരു ഷറഹുണ്ട്. 4 ജുസ്, 4 വാല്യങ്ങളുണ്ട്. 299. ഈ ഹമ്മുൽ ഹവാമിയർ എന്നത് ഷറഹു ജമുൽ ജവാമിയർ. ജമുൽ ജവാമിയ നമ്മളെ ഉസൂലിൽ ജമുൽ ജവാമിയ ഉണ്ട്, അതല്ല. അതുപോലെ തഫ്സീറിൽ ജമുൽ ജവാമിയ ഉണ്ട്. ജാമിഉ സഗീറിൻ്റെ വലുത് ജമുൽ ജവാമി എന്നാണ് പേര്. ജാമിഉൽ കബീറിൻ്റെ പേര് ജമുൽ ജവാമിയാണ്. അത് ഹദീസിലുള്ള. ഇത് ജമുൽ ജവാമിയെന്ന് സുയൂത്തി ഇമാം തങ്ങൾക്കുള്ള ഒരു നഹ്വിൻ്റെ കിതാബ്. അതിൻ്റെ ഷറയാണ് ഹമ്മുൽ ഹവാമിയർ. കിലാഹുമാ ലിൽ ഇമാമി സുയൂത്തി റഹിമഹുല്ലാഹ് വനഫഅന അല്ലാഹു ബിഉലൂമിഹി വനഫഅന അല്ലാഹു ബിഉലൂമിഹിം. ആമീൻ.